പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ശരിക്കും സോളാറിൻ്റെ കുറച്ച് കാര്യങ്ങൾ അധികം ആരും തന്നെ എന്ന് വെച്ചാൽ ആരും തന്നെ ഡിസ്കസ് ചെയ്ത് കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പക്ഷേ പോകെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ഡിസ്കഷൻസൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് ജസ്റ്റ് ഒന്ന് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാനും പറയുന്നു, സോളാർ നല്ലൊരു റിന്യൂവബിൾ ആയിട്ടുള്ള ഒരു എനർജി റിസോഴ്സസ് ആണ്. എൻ്റെ വീട്ടിലും സോളാറുണ്ട്. അതേപോലെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ നമ്മളതിൻ്റെ ഒരു അഗ്ലി സൈഡ്, അതായത് കുറച്ചൊരു അതിൻ്റെ വരും നാളുകളിൽ ഉണ്ടാകാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മളതിലേക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. സോളാറിനെ പറ്റി കുറച്ച് കാര്യങ്ങളും കൂടെ, അത് അധികം പേര് ഷെയർ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എത്തിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കുക. ഓക്കെ, ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും വിശ്വസിക്കും പോലെ, അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ വിശ്വസിക്കും പോലെ സോളാർ ഒരു പ്യുവർലി ഒരു 0% ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതിയ ലേറ്റസ്റ്റ് സ്റ്റഡികൾ ഇപ്പോൾ വരുന്നത് പ്രകാരം അല്ല എന്നാണ് അവർ പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സോളാർ പാനൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. സോളാർ പാനൽ ശരിയാണ്, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ നമുക്ക് ഈ എനർജി സണ്ണിൽ നിന്ന് വെറുതെ വരുന്നതല്ല. നമ്മളൊരു സോളാർ പാനൽ വെച്ച് കൺവേർട്ട് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഈ സോളാർ പാനൽ ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഒരു റോ മെറ്റീരിയൽ സോളാർ പാനലിലോട്ട് കൺവേർട്ട് ആകുമ്പോൾ എടുക്കുന്ന ഗ്യാസ് ഉപയോഗിക്കുന്ന ഒരുപാട് ലോങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് വഴിയാണ് നമുക്ക് ഈ റോ മെറ്റീരിയൽ സോളാർ പാനലായിട്ട് കിട്ടുന്നത്. അപ്പോൾ അവിടെ പല ഇൻഡസ്ട്രീസുകളും, അതായത് ഇൻഡസ്ട്രി ബൈ പ്രൊഡക്ഷൻ ഇൻഡസ്ട്രീസുകളിൽ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ഗ്യാസുകൾ, എനർജി എല്ലാം വെച്ച് നോക്കുമ്പോൾ അതായത് ഉണ്ടാക്കുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസ്, അതായത് ബാക്കിയുള്ള ഇതിൻ്റെ വെച്ചിട്ട്, അതായത് ഗ്യാസ് ഫയർഡ് ആയിട്ടുള്ള എനർജി ഉപയോഗിക്കുന്ന പോലെ ഒപ്പം തന്നെ, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഉണ്ടാക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ടാകുന്നു എന്നാണ് പുതിയ സ്റ്റഡീസ് അവകാശപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം സോളാർ പാനൽ നമുക്കറിയാം സിലിക്കയുടെ സിലിക്ക മെറ്റീരിയൽ വെച്ചിട്ടാണ്. അതായത് അതിനാദ്യം നമ്മൾ മൈനിങ് ചെയ്യണം. മൈനിങ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എയർ പൊല്യൂഷൻ കൗണ്ട് ചെയ്യുക. ഓക്കെ, മൈനിങ് ചെയ്തെടുത്ത സാധനം നമ്മൾ ആദ്യം ഫിൽട്ടർ ചെയ്യണം. ഫിൽട്ടർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ വാട്ടർ പൊല്യൂഷനും ബാക്കിയുള്ള കാര്യങ്ങളും എനർജി കാര്യങ്ങളെല്ലാം ഒന്ന് കണക്ക് കൂട്ടുക. അതേപോലെ തന്നെ ഫിൽട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് അതിൻ്റെ ക്രിസ്റ്റലൈസേഷൻ. ഇത് ക്രിസ്റ്റലായിട്ടും കൺവേർട്ട് ചെയ്യണം. അവിടെയും സെവറൽ ടൈപ്സ് ഓഫ് ഗ്യാസസ് ഉപയോഗിച്ചിട്ടാണ് ഈ ക്രിസ്റ്റലൈസേഷൻ ചെയ്യുന്നത്. ക്രിസ്റ്റലൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഫറിംഗ് ആണ്. ഈ വേഫർ ചെയ്യുന്നതും, അതായത് ഒരു റോ മെറ്റീരിയലിനെ നമ്മൾ ഒരു സോളാർ സെല്ലിൽ ഉണ്ടാക്കുന്ന ഒരു മെറ്റീരിയലായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ, ഇത്രയും പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഇൻഡസ്ട്രി ഒരുപാട് എനർജിയും ഒരുപാട് ഗ്യാസ്, പലതരത്തിലുള്ള ഗ്യാസും കെമിക്കൽസും കാര്യങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി ഈ സോളാർ സെല്ല് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പല രീതിയിലായിട്ടുള്ള, അതായത് സോളാർ വേഫർ എന്നുള്ള ആ ഒരു പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വേഫറിനെ പല ഫോമിലോട്ടാക്കി മാറ്റിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ സോളാർ സെൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സോളാറിൻ്റെ ഈ ഒരു കാര്യത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇതിൻ്റെ എഫിഷ്യൻസി, ഇതൊരു ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾ കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു 0 കോസ്റ്റിലോട്ട് വരുന്നുണ്ട്. അതായത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നോക്കാം. അപ്പോൾ ഇത്രയും പ്രോസസ്സിൽ കൂടെ വരുന്ന ഈ ഒരു കാര്യം ഏകദേശം നല്ല രീതിയിലുള്ള ഒരു പൊല്യൂട്ടൻസ്, അല്ലെങ്കിൽ CO2 ആയിക്കോട്ടെ, ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിഷൻസ് ആയിക്കോട്ടെ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പുതിയ റിസർച്ചുകൾ അവകാശപ്പെടുന്നത്. ഈ റിസർച്ച് എല്ലാം നടക്കുന്നതൊക്കെ തന്നെ പുറത്തുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലാണ്. ഓക്കെ, അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ യൂറോപ്യൻ
അതായത് CO2-ൻ്റെ മിക്സ് വെച്ചിട്ടാണ്. CO2 മിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ടാകുന്ന ഗ്രീൻ ഹൗസ് അല്ലെങ്കിൽ ഈ ഗ്യാസസിൻ്റെ ഉള്ളിൽ എത്രത്തോളം CO2 കണ്ടൻറ്റുകൾ കാര്യങ്ങൾ ഉണ്ടാകുന്നു. ഓക്കെ, യൂറോപ്യൻ ഗ്യാസ് മിക്സ്ചർ അല്ലെങ്കിൽ അമേരിക്കൻ ഗ്യാസ് മിക്സ്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടൊക്കെയാണ് ഇവർ ഇതിൻ്റെ അകത്തുനിന്ന് ഉള്ള ഒരു നെറ്റ് ഡേറ്റ എടുത്തിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പം ഒരു സംഭവം വന്നതിന് ശേഷം അത് ഇത്ര വർഷങ്ങൾ കഴിയുമ്പോഴാണ് ആക്ച്വൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുക. അതുപോലെ ഇപ്പം വന്നിട്ടുള്ള ഒരു അപ്ഗ്രേഡഡ് ടെക്നോളജിയാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു നെറ്റ് എഫക്റ്റ് എപ്പോഴും ആളുകൾ മീൻസ് റിസർച്ചിങ് ഓർഗനൈസേഷൻസ് എപ്പോഴും അത് വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് സോളാറിൻ്റെ ആ ഒരു കാര്യത്തെപ്പറ്റി പറയണത്. ഓക്കെ, ഇനി നമുക്കൊരു സോളാറിൻ്റെ ഒരു എഫിഷ്യൻസിയെ പറ്റി നമുക്ക് നോക്കാം. നമുക്ക് ഈ സോളാർ നമുക്ക് കിട്ടുന്ന ഒരു 2-3 ടൈപ്പ് സെല്ല് വെച്ചിട്ടാണ്. ഓക്കെ, അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് മിക്കവർക്കും തന്നെ അറിയാം, മൾട്ടി ക്രിസ്റ്റലൈൻ അല്ലെങ്കിൽ പോളി ക്രിസ്റ്റലൈൻ എന്ന് പറയും. അതിൻ്റെ എഫിഷ്യൻസി നമുക്ക് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 13%. ഓക്കെ, 13%. പിന്നെയുള്ളത് നമുക്ക് മോണോ ക്രിസ്റ്റലൈൻ എന്ന് പറയാം. മോണോപെർക്ക് പാനൽ എന്നൊക്കെ പറഞ്ഞാൽ മോണോ ക്രിസ്റ്റലൈൻ പാനൽ 14% എഫിഷ്യൻസി വരുമ്പോൾ, പിന്നെ വരുന്ന ഒരു റിബൺ എന്ന് പറയും, അവർക്ക് റിബൺ ടൈപ്പ് ക്രിസ്റ്റലൈൻ വരുന്നുണ്ട്, അത് 11.5% ആണെങ്കിൽ. പിന്നെ വരുന്ന ഒരു ടൊളുറൈഡ് എന്ന് പറയും. ഓക്കെ, ടൊളുറൈഡ് ഒരു മിക്സ്ഡ് ആണ്, ഒരു ടൊളുറൈഡ് കാഡ്മിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മിക്സ്ഡ് ആണ് വരുന്നത്. അത് ഏറ്റവും കുറവാണ്, 9% ഉള്ളൂ. അപ്പം വരുന്ന പാനൽ ഇതൊക്കെ ഏകദേശം പോളി എന്നൊക്കെ പറഞ്ഞാൽ മിക്സ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും വരിക. അതായത് മോണോ എന്നുള്ള പാനൽ ഒരു പ്യൂറസ്റ്റ് ഫോം ആണെന്നുണ്ടെങ്കിൽ, പോളി അല്ലെങ്കിൽ മൾട്ടി ക്രിസ്റ്റലൈൻ എന്നൊക്കെ പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിക്സ്ഡ് പാനലായിരിക്കും. ഓക്കെ, അതിനൊക്കെ എഫിഷ്യൻസി വളരെ കുറവായിരിക്കും. പാനലിൻ്റെ എഫിഷ്യൻസി നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും 100% എഫിഷ്യൻസിയിൽ നമുക്കൊരിക്കലും ഒരു സോളാർ പാനൽ കിട്ടില്ല. അതായത് സോളാർ റേഡിയേഷനെ നമ്മൾ ഒരു കൺവേർട്ട് ചെയ്യുമ്പോൾ, അതായത് യൂസ്ഫുൾ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മളിപ്പം സോളാർ പാനലിൻ്റെ എഫിഷ്യൻസി ആയിട്ട് പറയുന്നത്. അതൊരു 14 അല്ലെങ്കിൽ 15, ഒരു 10-20% ഒക്കെ തരുന്ന പാനലുകളൊക്കെ ഇപ്പം അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ആ ഒരു എഫിഷ്യൻസി വളരെ കുറവാണെന്ന് തന്നെ പറയാം. പിന്നെ സോളാർ പാനലിൻ്റെ ഇത് പറയുന്നത് ലൈഫ് സ്പാൻ പറയുന്നത് 25 ഇയേഴ്സ് ആണെങ്കിലും 25 ഇയേഴ്സിനുള്ളിൽ തന്നെ നമ്മൾ അറിയാതെ തന്നെ അതിൻ്റെ ഓരോ വർഷവും അതിൻ്റെ ഒരു ഡിഗ്രഡേഷൻ, അതായത് പാനലിൻ്റെ എഫിഷ്യൻസി നമുക്ക് കുറയാൻ തുടങ്ങും. അതിനെപ്പറ്റിയൊക്കെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് എത്രത്തോളമാണെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ NREL നിങ്ങൾക്കറിയാമോ എന്നറിയത്തില്ല. അതായത് നാഷണൽ റിന്യൂവബിൾ എനർജി ലബോറട്ടറി, US-ലുള്ള നാഷണൽ റിന്യൂവബിൾ എനർജി ലബോറട്ടറി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പാനൽസും വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രഡേഷൻ കുറവുള്ളൊരു പാനലായിട്ട്, അതായത് വേൾഡിലെ തന്നെ ടോപ്പ് മോസ്റ്റ് പാനൽ സൺ പവർ എന്നുള്ള അമേരിക്കൻ കമ്പനിയുടെ പാനലാണ്. സൺ പവർ എന്ന അമേരിക്കൻ കമ്പനിയുടെ പാനലാണ്. അത് മാത്രമേ ഉള്ളൂ 0.3% ഡീഗ്രഡേഷൻ റേറ്റ് ഉള്ളൂ. ബാക്കി എല്ലാത്തിനും 0.8-ഉം ഒരു ആവറേജ് നോക്കിയാൽ 0.5 ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഇത് വെക്കുന്നതുകൊണ്ടുള്ള ഇനിയുള്ള ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ ആ ഒരു കാര്യങ്ങളും എത്രത്തോളം വർഷങ്ങൾ കഴിഞ്ഞാൽ നമുക്കത് ഫുള്ളി ഒരു 0 എന്നുള്ള നെറ്റ് എഫക്റ്റിലോട്ട് കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇനിയത്തെ കാര്യങ്ങൾ ഞാൻ എഴുതി ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അതേപോലെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പോളി ക്രിസ്റ്റലൈൻ പാനൽ വെക്കുന്നതിൻ്റെ ഒരു ശുദ്ധമായ ഒരു മണ്ടതരം പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ പോളി ക്രിസ്റ്റലൈൻ പാനലൊന്നും വെച്ചിട്ട് ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റം ദയവ് ഇത് ചെയ്യാതിരിക്കുക. ശരിക്കും അത്യാവശ്യം എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളൊരു സോളാർ ഇൻസ്റ്റലേഷനിൽ പോവുക. അതും മോണോക്രിസ്റ്റലൈൻ പാനൽ വെച്ച് മാത്രം പോവുക. പോളിക്രിസ്റ്റലൈൻ പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കുറച്ച് സ്പേസും കാര്യങ്ങളും കളയാമെന്നല്ലാതെ ഒരു തരത്തിലുള്ള എഫിഷ്യൻസിയോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഇല്ല. നിങ്ങൾക്കറിയാം, സോളാർ പാനൽ നമ്മൾ അറിയാതെ തന്നെ അതിൻ്റെ എഫിഷ്യൻസി കുറയും. ഇത് വ്യക്തമായിട്ട് പറയുന്നതിൻ്റെ കാരണം, ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ സോളാർ ചെറുതാണെങ്കിലും ഒരു സോളാർ വെച്ചിട്ട് ഇപ്പോൾ ഒരു 5 വർഷത്തോളം ഏകദേശം ആകാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ബാറ്ററി സ്റ്റോർ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം കിട്ടിയിരുന്ന ഒരു കറണ്ട്, അതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പീക്കിൽ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഏകദേശം നന്നായിട്ട് കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് മിക്കവർക്കും. അത് ഒരുപാട് ഓൺ ഗ്രിഡിലോട്ട് പോകുമ്പോൾ ആരും അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഡീഗ്രഡേഷൻ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് വളരെ വാസ്തവമാണ്. അത് ഓൾറെഡി പ്രൂവ്ഡുമാണ്. ഓക്കെ, ഇനി നമുക്ക് എത്ര വർഷം കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സോളാറിൻ്റെ ഒരു കാൽക്കുലേഷൻ്റെ അല്ലെങ്കിൽ എത്ര വർഷം കൊണ്ട് ആ ഇലക്ട്രിസിറ്റി ഒക്കെ ഒരു സേവായി കിട്ടും എന്നുള്ള 1-2 കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇവിടെ ബാറ്ററി വെച്ചിട്ടുള്ള ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റത്തെ പറ്റി ഞാൻ പരാമർശിക്കുന്നേ ഇല്ല. എനിക്കതിൽ താല്പര്യവും ഇല്ല. അത് മാത്രമല്ല, ഞാൻ ബാറ്ററി വെച്ചിട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഒരു വേസ്റ്റ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഓൺ ഗ്രിഡ് സിസ്റ്റത്തെ പറ്റിയാണ് പറയുന്നത്.
ഓൺ ഗ്രിഡ്. അപ്പോൾ ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റം എപ്പോഴും എല്ലാവരും പ്രിഫർ ചെയ്യുക ഒരു 6000 അല്ലെങ്കിൽ ഒരു 6500 ഒക്കെ ഇലക്ട്രിസിറ്റി ബില്ല് വരുന്ന ഒരു വീട്ടിലാണ് കൂടുതലും പേര് ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റം വയ്ക്കുക. അതിൽ മേജർ വയ്ക്കുക എല്ലാവരും 3 കിലോ വാട്ട് അല്ലെങ്കിൽ 5 കിലോ വാട്ട് ആയിരിക്കും. നമുക്കിപ്പോൾ 5 കിലോ വാട്ടിലോട്ട് പോകേണ്ട, ഒരു മിനിമം ആയിട്ടുള്ള ഒരു 3 കിലോ വാട്ടിലോട്ട് നമുക്ക് പോവാം. അപ്പം നോർമലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു ആവറേജ് ആയിട്ട് 6000 വരുന്ന ഒരു വീട്ടിൽ 12 മാസം കൊണ്ട് ഒരു 72,000 72K ആണ് നമുക്ക് ഒരു ഇലക്ട്രിസിറ്റി ബില്ലായിട്ട് നമുക്കൊരു നെറ്റ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് സോളാർ വെച്ചു. സോളാർ വെച്ച് കഴിഞ്ഞാൽ സോളാർ ഓൺ ഗ്രിഡ് വയ്ക്കുമ്പോഴത്തേനും നമുക്ക് ഏകദേശം ഇലക്ട്രിസിറ്റി അപ്രൂവൽ കാര്യങ്ങൾ ഏകദേശം 17,000 രൂപയോളം ആവുന്നുണ്ട്. പിന്നെ അപ്രോക്സിമേറ്റ്ലി നമുക്ക് ഒരു 3 കിലോ വാട്ടിൻ്റെ ഒരു ഓൺ ഗ്രിഡ് വെക്കുമ്പം ഏകദേശം ഒരു നല്ല ഓൺ ഗ്രിഡ് ആണെന്നുണ്ടെങ്കിൽ 2.75 മുതൽ ഒരു 3 lakh ആവും ഏകദേശം ഒരു 3 കിലോ വാട്ട് നമുക്കൊരു സോളാർ വയ്ക്കുന്നതിന്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഏകദേശം അത് കൂട്ടിക്കോ. പിന്നെ അങ്ങനെ വെച്ചാൽ തന്നെ നമുക്ക് ഈ ഓൺ ഗ്രിഡ് വെക്കുന്നതുകൊണ്ട് തന്നെ നൈറ്റ് ടൈമിൽ നമുക്ക് കാര്യങ്ങൾ യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പം ഇതിൽ ഓൺ ഗ്രിഡ് വെക്കുന്നത് വീട്ടിലെ ഒരു കറണ്ട് പോകുന്ന സമയത്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഇൻവെർട്ടർ വയ്ക്കും. അതേപോലെ തന്നെ ഒരു 1000 വാട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയൊരു ഇൻവെർട്ടർ ആയിരിക്കും വയ്ക്കുക. ബാക്കി രാവിലത്തെ ഡേ ടൈമിൽ മൊത്തം സോളാർ ഉപയോഗിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഓൺ ഗ്രിഡ് വയ്ക്കുക. അപ്പം നൈറ്റ് ടൈം നമ്മൾ എന്തായാലും യൂസ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 6000 വരുമ്പോൾ ഒരു നെറ്റ് എഫക്റ്റായിട്ട് ഒരു 5000 കുറയുന്നുള്ളൂ എന്ന് കരുതിയാൽ മതി. കാരണം 1000 അവിടെ നമ്മൾ നൈറ്റിൽ ഇപ്പോൾ കൂടുതലും 6000 രൂപ എന്ന് പറയുമ്പോൾ ഒരു AC ഒക്കെ ഉള്ളവരായിരിക്കുമല്ലോ. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഒരു 1000 രൂപ നമുക്കൊരു മിനിമം ഒരു ചാർജായിട്ട് KCBന്ന് വരും എന്ന് കരുതുക. 1000 രൂപ ചിലപ്പോൾ വരുന്നുണ്ടാവില്ല, എനിക്ക് അതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ളൊരു കണക്കില്ല. അത് ചിലപ്പം ഞാൻ ഒരു അസംഷനാണ് 1000 രൂപ വരും എന്ന് വിചാരിക്കുക. ഓക്കെ, ബാക്കി നമുക്ക് ഒരു 5000 രൂപ ലാഭമായിട്ട് കിട്ടുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് നോർമൽ കറണ്ട് ചാർജ് 72,000 രൂപയിൽ നമുക്കിവിടെ ഒരു വർഷം ആകുന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഈ 3 ലക്ഷം 3 lakh പ്ലസ് ഒരു 1000 രൂപ വെച്ചിട്ട് 12,000 രൂപയും കൂടെ വരുന്നുണ്ട്. 12 ഒരു ആവറേജാണ് പറഞ്ഞത്, 12,000 രൂപ വരും, ഒരു 7,000. ഇത്ര എമൗണ്ട് നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടണമെങ്കിൽ എത്രത്തോളം വർഷം എടുക്കുമെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഏകദേശം നോക്കിയാൽ ഒരു 4 വർഷത്തിന് മേലെ എടുക്കും ഈ ഒരു ഫുൾ എമൗണ്ട് നമുക്ക് റിക്കവർ ചെയ്ത് കിട്ടാനായിട്ട്. ഓക്കെ, അതിനുശേഷമാണ് നമുക്ക് ഈ ഒരു ഇത് 0 ആകുന്നത്. ഇനി നമുക്ക് ഈ സോളാർ എഫിഷ്യൻസി ഞാൻ പറഞ്ഞല്ലോ, അതും ഇതുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു നമുക്കൊന്നും കൂടെ നോക്കാം. ഈച്ച് ഇയർ നമുക്ക് ഒരു 0.8% നമുക്കൊരു ആവറേജ് 0.8 ഇല്ലെങ്കിൽ തന്നെയും 0.5 ആണെങ്കിലും കൂട്ടിക്കോളൂ, 0.5 നമുക്ക് കുറയുന്നു. ഈ 4 വർഷം കൊണ്ട് നമുക്കൊരു 0.8% കുറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഒരു 3.2% നമുക്ക് 4 വർഷം കൊണ്ട് ഒരു സോളാർ പാനലിൻ്റെ കുറയുന്നു. ഞാൻ പറഞ്ഞ പോലെ ടോട്ടൽ 14% ആണ്. 14%ൻ്റെ 3.2 പോയാൽ അപ്രോക്സിമേറ്റ്ലി ഒരു 10 മിച്ചം കിട്ടും, 10 മിച്ചം കിട്ടും. അപ്പോൾ സോളാർ പാനലിൻ്റെ എഫിഷ്യൻസി എന്താണ്? ഈ 4 വർഷം കഴിയുമ്പോൾ തന്നെ ഈ സോളാർ പാനലിൻ്റെ എഫിഷ്യൻസി 10ലോട്ടായിട്ട് മാറുന്നു. അതായത് ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്ന സോളാർ ആദ്യം വെച്ചപ്പോൾ ഒരു 6.5 ഒക്കെ ഉണ്ടായിരുന്ന ആംസ് 6.5 ആംസ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് ഇപ്പം ഏകദേശം നീട്ടി വലിച്ചാൽ ഒരു 5 ഒക്കെ കിട്ടുമായിരിക്കും. ഓക്കെ, 5.5, അതായത് ഒരു ഏകദേശം ഒരു 0.8 അപ്രോക്സിമേറ്റ്ലി 1 ആംസിൻ്റെ അത് ഏകദേശം ഒരു 5 വർഷം കൊണ്ട് കുറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ആയിരിക്കും മിക്കവരുടെയും ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ അതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫുള്ളി മോണോ അല്ല വെച്ചിരിക്കുന്നത്, ഒരു പോളി മോണോയും കൂടി മിക്സ് ചെയ്തിട്ടാണ്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത് രണ്ടും കൂടെ മിക്സ് ചെയ്യുകയൊന്നും ചെയ്യരുത്, മോണോ തന്നെ വെക്കുക. മോണോ വെച്ചാൽ ഇത്രയും കുറയില്ല, എങ്കിലും കുറയും. 25 വർഷത്തിന് ശേഷം സോളാർ പാനൽ ഫുള്ള് എടുത്ത് ഉപയോഗിക്കാതെ എടുത്ത് കളയാമെന്നല്ല, ഒരു 80-88% നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഡിഗ്രഡേഷൻ ഉണ്ടാവുന്നു എന്നുള്ളത്, അതായത് ഏതൊരു കാര്യത്തിനും അഡ്വാൻറ്റേജ് ഉള്ള പോലെ തന്നെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജും ഉണ്ടാവുന്നു എന്നുള്ളൊരു കാര്യം ദീപിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ വീഡിയോയുടെ ഒരു കാര്യം. അതായത് ഒരു ഡിഗ്രഡേഷൻ കുറേ വർഷം കഴിയുമ്പോൾ ഉണ്ടാവുന്നു എന്നുള്ള ഒരു ഫാക്റ്റ്, എഫിഷ്യൻസി കുറയുന്നു എന്നുള്ള ഒരു ഫാക്റ്റ്, ഒരു ഇത്ര വർഷത്തിന് ശേഷം മാത്രമേ ഇതിൻ്റെ ഒരു റിട്ടേൺ കിട്ടുന്നു ഉള്ളത് ഒരു ഫാക്റ്റ്, CO2 അല്ലെങ്കിൽ ഒരു ഗ്രീൻ ഹൗസ് എമിഷൻ 0 അല്ല എന്നുള്ളത് വേറൊരു ഫാക്റ്റ്. ഇത്രയും ഫാക്ട്സാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത്. എല്ലാവരും കാര്യങ്ങൾ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. താങ്ക് യു. സൈനിങ് ഓഫ്, രഞ്ജിത്ത്.